അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 19 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. അവിടുന്ന് ഞങ്ങൾക്ക് ഈ ഡെയിലി ബ്രെഡ് കിട്ടുന്ന ഈശോയെ, ഇന്നത്തെ മക്കളുടെ ആവശ്യത്തിന് അങ്ങനെ പ്രത്യേക സാന്നിധ്യവും സംരക്ഷണവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ മക്കളുടെ ചിന്തകൾ, ഇന്ന് മക്കൾ പേടിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ, ആലോചിക്കുന്ന വിഷമതകൾ എല്ലാം കർത്താവ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ യാത്ര, നിൻ്റെ ജോലി, നിൻ്റെ സംരംഭങ്ങൾ, നീ ഉത്തരം കൊടുക്കേണ്ട വ്യക്തികൾ, നിന്നെ അലട്ടുന്ന മാനസികാവസ്ഥകൾ കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴക്കിട്ട് പോയി മക്കൾ വിളിക്കാത്ത മക്കൾ, ഫോൺ എടുക്കാത്ത മക്കൾ, സംസാരിക്കാത്ത വ്യക്തികൾ, അവിടെ എല്ലാം കർത്താവിന് സന്നിധിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കല്യാണങ്ങൾ വന്നും പോയിരിക്കുന്നു, പല കല്യാണം നടക്കുന്നില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ഒത്തുചെയ്യ സമയമാകുമ്പോൾ പണമില്ലാത്ത അവസ്ഥ വരുന്നു. എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ നിൽക്കുന്ന, അന്തം മുട്ടി നിൽക്കുന്ന മക്കളെ അവരെ കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശീർവദിക്കുന്നു. കർത്താവെ, എങ്ങനെ ജീവിക്കും എന്ന് വിചാരിച്ച് ഒരു വഴിയും കാണാതിരിക്കുന്നവർക്ക് ഇന്ന് നീ വഴി കാണിക്കണം കർത്താവെ. 17 മണിക്കൂറിനുള്ളിൽ അവർക്ക് വഴി കാണിക്കാൻ വേണ്ടി പരിശുദ്ധ ദൈവമാതാവിനെ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയ ദൈവവേദന ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ നിയമത്തിൻ്റെ കാർക്കശ്യം കഴിഞ്ഞ മാസം 5 മാസം മുമ്പ് നസ്രുള്ള ഇസ്രയേൽക്കാർ
ഇസ്രായേൽ സൈന്യം കൊന്നൊരു ദിവസം ഞാൻ ഇസ്രായേലിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ 3-4 സ്ഥലത്ത് ധ്യാനിപ്പിച്ചു. ജെറുസലേം, അതുപോലെ തന്നെ ജോപ്പ, ടെല്ലവീവ്, പല സ്ഥലത്ത് ധ്യാനിപ്പിച്ചു. അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ തന്നെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. ഇത് യുദ്ധം നടന്നാൽ എന്താ പോകാൻ, അതൊരു ശനിയാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ്. ആ ജനം ഇന്നും ആ സാമ്പത്തിക മോഡലാണ്. അപ്പം ഞാൻ അവിടുത്തെ അച്ഛനോട് തന്നെ സാമ്പത്തിൻ്റെ ഇത്രയും എന്ത് കടകമ്പളങ്ങളൊക്കെ വെള്ളിയാഴ്ച തന്നെ അടച്ചേക്കാണ് വൈകുന്നേരം ആകുമ്പോൾ തന്നെ. ശനിയാഴ്ച തുറക്കണ പ്രശ്നമില്ല. അപ്പം ഞാൻ അവിടുത്തെ അച്ഛനോട് ചോദിച്ച് ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ഒബ്സർവേഷൻ ആണല്ലോ എന്ന് പറഞ്ഞാൽ, ഒബ്സർവേഷൻ തന്നെയല്ല അച്ഛാ. ഇപ്പം ഒരു ആളിനെ രോഗം പിടിയോട്ട് കിടക്കണമെങ്കിൽ നമ്മൾ അവരെ അടുത്ത മുറിയിലുള്ള ആളെ അറിയിക്കണമെങ്കിൽ കോളിംഗ് ബെൽ അടിക്കണ്ടേ? കോളിംഗ് ബെൽ അടിക്കുമ്പോൾ സാപത്തിൽ കോളിംഗ് ബെൽ അടിക്കണത് പറ്റാത്തത് കൊണ്ട് അതൊരു വർക്കല്ലേ. അതുകൊണ്ട് ഇവർ കോളിംഗ് ബെൽ അടിക്കത്തില്ല. ആളവിടെ കിടന്ന് ചത്തെന്ന് പറഞ്ഞാൽ ശരി, കോളിംഗ് ബെൽ കൈവൊക്കെ കോളിംഗ് ബെൽ അടിക്കണ വിഷയമില്ല. അത്രയും സിദ്ധായിട്ട് ഇന്ന് ഈ കാലത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. അത് കേട്ടോ എനിക്ക് അത്ഭുതപ്പെട്ടു പോയി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇങ്ങനെ ഒരു സാബത്ത് ദിവസമാണ് ഈശോ വിളഞ്ഞു കിടന്നിരുന്ന വയലിലൂടെ ആ ശിഷ്യന്മാരോടൊത്ത് യാത്ര ചെയ്തത്. നോക്കിയേ, ഇക്കാലങ്ങളിൽ പോലും കോളിംഗ് ബെൽ അടിക്കണ പോലും സാബത്ത് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കുന്നതിൽ ഇന്ത്യക്കാരെയും അല്ലെങ്കിൽ ഫിലിപ്പീൻസിനെ അവർ കൊണ്ടു നടത്തിയിട്ട് സാബത്ത് മുഴുവൻ അവിടെ ഉള്ള ഓട്ടം ആ വീട്ടിൽ അറിയിക്കണതും സംസാരിക്കണതും നടക്കണതും എല്ലാം അവർക്ക് വേണ്ടി നടക്കണതും ഫിലിപ്പീനികളും മലയാളികളുമാണ് ഈ ഇസ്രായേൽക്കാർക്ക് വേണ്ടി നടത്തുന്നത്. ഇപ്പോഴും ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ എന്ത് സ്ട്രിക്റ്റായിട്ടാണ് അവരെ ഫോളോ ചെയ്യണമെന്ന് നോക്കിയേ. അപ്പോൾ ഈ ഈശോൻ്റെ കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു സാബത്ത് ദിവസമാണ് വിളഞ്ഞു കിടക്കണ വയലിലൂടെ അവർ വരുമ്പോൾ ശിഷ്യന്മാർ അവർ ഗോതമ്പുകൾ പറിച്ച് കയ്യിലിട്ട് തിരുമ്മി തിന്നാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു പറഞ്ഞത് ഈശോയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നാണ്. ഈ ഒരു സമൂഹത്തിൽ അപ്പം നിയമജരും ഫരിസേയരും ഈ പ്രതികളെ കൈയോടെ പിടിച്ച് അപ്പോൾ അവരെ കർത്താവ് ജാമ്യത്തിലെടുക്കണം കണ്ടിട്ടില്ലേ? മത്തായി 12:1. അക്കാലത്ത് ഒരു സാബത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. അവന്റെ ശിഷ്യന്മാർക്ക് വിശന്നു. അവർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി. ഫരിസേയർ ഇത് കണ്ട് അവനോട് പറഞ്ഞു. ഫരിസേയർ എന്ന് പറയുന്നത് ഈശോന്റെ കാലത്തുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലോയാണ്. അതായത് അവർ തോറ എന്ന് പറയുന്ന അവരുടെ 5 പുസ്തകങ്ങളിലെ ബൈബിളിലെ, അത് മാത്രമല്ല ആ തോറയുടെ റബിമാരുടെ കുറേ ലിറ്ററേച്ചറുണ്ട്, നിയമങ്ങളുണ്ട്, റബീനിക് ലോസ്. അതിൻ്റെ ഓറൽ ട്രഡീഷനാണത് ഒക്കെ പറഞ്ഞു വരുന്നത്. അതെല്ലാം പാലിച്ച് സൂക്ഷ്മതയോടെ പാലിച്ച് ജീവിക്കുന്ന ഒരാളാണ്. കർക്കശമായിട്ടുള്ള അവരുടെ വായിച്ചത് വിട്ടുവരി. അവർ കാരണം ഇത് ഈശോ പറഞ്ഞ വാക്ക് തന്നെ ഈശോക്ക് എന്താണ് ബദലായിട്ട് വരും. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാവുന്നില്ലേ, അത് തിരിച്ചു വരും. എന്താ കാര്യം? ഇവർ സാപത്ത് പോലും ലംഘിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇതാണ് ഫലം. അപ്പോസ്തലന്മാരാണല്ലോ ഈശോയുടെ ഫലം, ഈശോയിലെ മരം. അപ്പം ആ ഒരു രീതിയിൽ ഈശോനെ ഇവർ ഗൺ പോയിന്റിലാക്കും. അപ്പം ഈ ഗൺ പോയിന്റത്തിൽ അവർ കുടുക്കി ഹുക്ക് ചെയ്ത് കളഞ്ഞു. ഈ ഹുക്കിൽ ഇന്ന് കർത്താവ് ഇങ്ങനെ തന്ത്രപരമായിട്ട് രക്ഷപ്പെടുന്നതുണ്ട്. അതിൻ്റെ അത് പിന്നിൽ എന്താ രസത്തിൽ കർത്താവ് ഒരു ചോദ്യം അവരോട് ചോദിക്കും. 12:3 അവൻ പറഞ്ഞു വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചതെങ്ങനെ? അപ്പോൾ അതൊക്കെ ഇവർ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി അപ്പം നിയമം കർക്കശമാണെങ്കിലും വിശപ്പ് അതിനേക്കാൾ കർക്കശമായിട്ട് കർത്താവ് മനസ്സിലാക്കി. നിയമത്തെക്കാൾ വലുതാണ് വിശപ്പ് എന്നുള്ളത് ഈശോയുടെ ഏറ്റവും വലിയ ഫൈൻഡിങ്സാണ്. ഇത് വെച്ച് അപ്പോസ്തലന്മാർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ്. അപ്പോസ്തലന്മാർ പേടിച്ചിരിക്കുകയായിരുന്നു.
ഒരു ഡിസ്മിസൽ ഉറപ്പാണെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ അനന്ത കാരുണ്യം, ഈ കാരുണ്യം തന്നെയാണ് ഈ അണ്ടർസ്റ്റാൻഡിങ്. കാരുണ്യമെന്ന് നമ്മൾ പറയും, പക്ഷെ അതല്ല, അത് ശരിക്കും പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ലവാണ്. അവരിത് കിട്ടിയ ഉടനെ പാഞ്ഞ് ഇവിടെ വന്ന് പെട്ടെന്ന് ഒരു ഉടമ്പടി എടുത്ത്, അവരുടെ പ്രശ്നം ഒന്നേ ഉള്ളൂ, 6 പ്രശ്നമൊന്നും അവർക്കില്ല. എന്താണ്? മരിക്കണമെങ്കിൽ മകനെ കാണണം, അത്രേ പ്രശ്നമുള്ളൂ. അവർ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ മരിക്കണമെങ്കിൽ എൻ്റെ മകനെ കാണണം അമ്മേ എന്ന് പറഞ്ഞിട്ട് അത്രയും പറഞ്ഞിട്ട് പോവുകയാണ്. ഇവർ പല പ്രാവശ്യം അച്ഛനെ കാണണം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇവിടുത്തെ തിരക്ക് കൊണ്ടാണ്. അതിനേക്കാൾ സീരിയസ് ആയിട്ട് 4 കൊല്ലമായിട്ട് കാണാത്ത മകൻ ചിലപ്പോൾ ഓഫീസിൽ വിചാരിച്ച് കാണും, മരിച്ചു പോയി കാണുമെന്ന് വിചാരിച്ച് കാണും. അതെങ്ങനെ അമ്മനോട് പറയണത്? അച്ഛനോട് വന്നാൽ റിസൾട്ട് അതല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവരതിനേക്കാൾ ക്യാൻസർ 4th സ്റ്റേജ്, കിഡ്നി 4th സ്റ്റേജ് അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവർക്ക് കിട്ടത്തില്ല ചീട്ട്. പക്ഷേ ഇവർക്ക് ഒരു ദിവസം ഇവരോട് യൂട്യൂബിലൂടെ എന്നെ ചേർത്ത് അമ്മ പറയും, അതായത് നീ അച്ഛനെ കാണേണ്ട കാര്യമില്ല, അമ്മയെ കണ്ടാൽ മതി എന്ന് പറയും. അച്ഛനെ കാണേണ്ട കാര്യമില്ല, അത് ഇവർക്ക് അഭിഷേകമായിട്ട് കിട്ടും, ഇവിടെ ചങ്കിലിക്കൊള്ളും. അച്ഛനെ കാണേണ്ട കാര്യമില്ല, അമ്മയെ കണ്ടാൽ മതിയല്ല എന്ന്. അപ്പോൾ ഉടനെ ഇവരെന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ടൈം കഴിയുമ്പോൾ ഇവർ വീട്ടിലിരുന്ന് യൂട്യൂബിൽ ആരാധന കൂടും. ഗ്രേസി ഡേവിഡ് തിരിച്ചൊക്കറിയാം, ഈ ദിവസങ്ങളിൽ നടന്ന സാക്ഷ്യമാണ്. അപ്പോൾ വീട്ടിലിരുന്ന് ആരാധന കൂടും. ആരാധന കൂടുമ്പോൾ ആരാധനയിൽ പ്രാർത്ഥനയുടെ സമയത്ത് ഈശോ മെസ്സേജ് പറയും. ഈശോ പറയും, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് കർത്താവ് അല്ലിച്ചെന്ന് പറയും. ഇതോടുകൂടി ഗ്രേസി ഡേവിഡ് അവിടെ നിന്ന് ചാടി വീഴും അടുക്കളയിൽ നിന്ന്. ആടി കഴിഞ്ഞ് ഭർത്താവിനോട് പറഞ്ഞത്, നമ്മുടെ കാര്യം, നമ്മുടെ ആരാധന ഇന്ന് കൃപാസനത്തിൽ നടന്ന് അവരോട് വന്നിട്ടില്ലേ, നമ്മുടെ ആരാധന നമ്മുടെ മകൻ വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അച്ഛനോടില്ലേ, ഭർത്താവിനോട് പറയും. അവിടെ അതായത് അതോടുകൂടി തന്നെ പിറ്റേ ദിവസം ഇവരെ അവിടെ മകൻ വിളിക്കും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ആ പിറ്റേ ദിവസം തന്നെ വീട്ടിൽ വരും. നോക്കി, ഒരു വിഷയം പോണ പൊക്കം ഉണ്ടല്ലേ, എത്ര സ്പീഡാണ്. പക്ഷെ ആ അമ്മയാണ് ഞാൻ അപ്പോൾ ആദരിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ അടുക്കള ഇരുന്നുകൊണ്ട് യൂട്യൂബിൽ കൃപാസനം ധ്യാനം ഓൺലൈൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേൾക്കുന്ന മെസ്സേജ് അവരുടെ മകനെക്കുറിച്ചല്ല പറയണത്, ഒരു മകൻ. പക്ഷേ അവർ വിശ്വാസത്തിൽ അവരുടെ മകനാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസം ഒരു പ്രഖ്യാപനമാണ്. അവരുടെ മകനാണെന്ന് ഞാൻ അവൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, പറഞ്ഞോ? എനിക്ക് പേര് കർത്താവ് തന്നില്ല. നിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകൻ തിരിച്ചു വരുന്നു എന്നാണ് പറഞ്ഞത്. അത് മെസ്സേജാണ് പറഞ്ഞത്. അപ്പോൾ മെസ്സേജ് പറയുമ്പോൾ ചില അണ്ണന്മാർ പോയി ഇതിങ്ങനെ ധ്യാന കേന്ദ്രന്മാർ കുറേയൊക്കെ പൊടിക്കൈയൊക്കെ പറയും, മകൾ വരുന്നതൊക്കെ പറയും. ഇതൊക്കെ ശരിയാണ്. അപ്പോൾ ധ്യാനം കൂടുന്ന ആൾക്കാർ തന്നെ ഇതുപോലെ വിണ്ണന്മാരുണ്ടെന്നുണ്ടെങ്കിൽ, വിശ്വാസം ഇല്ലാത്തവരുണ്ടെങ്കിൽ അവരങ്ങനെ എഴുതിത്തള്ളും. പക്ഷേ അഭിഷേകമുള്ളവർക്ക് എന്താ, അവർക്കറിയാം ഇത് അവർക്കുള്ള മെസ്സേജാണ്. അവരവിടെ ചാടി വിളിച്ചത്, ദേ ഇന്ന് നടന്ന കൃപാസനത്തിൽ നടന്നത് നമ്മുടെ ആരാധനയാണ് നടന്നത്, അച്ഛൻ പറഞ്ഞത് നമ്മുടെ മകൻ വരുന്നുണ്ടെന്ന്. എന്തൊരു വിശ്വാസത്തിലാണ്! ഈ വിശ്വാസത്തിലേക്ക് ദൈവം അഡ്രസ്സ് ചെയ്യും. അപ്പം തന്നെ ദൈവം ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അവനുണ്ടെങ്കിൽ ഈ വിശ്വാസമുള്ള അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കും. അതാണ് വിശ്വാസത്തിന് ശക്തി. കൈയടിച്ച് കർത്താൻ ഒരു വിശ്വാസം കണ്ടില്ലേ, ഗ്രേസി ഡേവിഡിൻ്റെ വിശ്വാസം കണ്ടല്ലേ? ഈ വിശ്വാസം തന്നെ ചില സമയത്ത് ഇപ്പോൾ ഗ്രേസി ഡേവിഡ് ഇത്രയും വിശ്വസിച്ച് മകനെ കിട്ടിയെന്ന് വിചാരിച്ചല്ല, മകനെ കിട്ടിയല്ലോ. എങ്കിലും വിശ്വാസം അപകട മേഖലയിലാണ്. ഒരിക്കലും നമുക്ക് വിശ്വാസം കിട്ടിയെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ധ്യാനം അവസാനിച്ചത്? ഒരിക്കൽ പ്രകാശം ലഭിച്ചവർ വീണു പോയാൽ, അല്ലേ? നമ്മൾ ഹെബ്രായർ 4:6 വായിച്ച് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. 6:4 ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും കണ്ടില്ലേ? ഇത് അതായത് ഇപ്പൊ ഗ്രേസി ഡേവിഡിന്റെ വിഷയം എന്താണ്? ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും, പറഞ്ഞേ, ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും, അല്ലെങ്കിൽ ഒരിക്കൽ വിശ്വാസം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും ചെയ്തവര്. എന്താണ് ദൈവം ഇപ്പൊ അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല, മകനെ കൊണ്ടുവന്ന് പിറ്റേ ദിവസം കൊടുത്തില്ലേ? 72 മണിക്കൂറിനുള്ള സംഭവം എല്ലാം ക്ലിയർ ആയില്ലേ? അപ്പം അങ്ങനെ ഒരിക്കൽ പ്രകാശം ലഭിച്ച്, വിശ്വാസം ലഭിച്ച്, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചാൽ പിന്നെ അവർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്താണ് സാക്ഷ്യം പറഞ്ഞൊരു പ്രത്യേകം ശ്രദ്ധിക്കണം. വായിച്ചോളൂ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും ചെയ്തവരെ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. ഇതാണ് ഉടമ്പടി ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾക്കൊരിക്കൽ സാക്ഷ്യം ലഭിച്ച് വിശ്വാസത്തിൻ്റെ വഴികളിൽ നിങ്ങൾ വന്നാൽ പിന്നെ എന്താണ്? നിങ്ങളത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥയാണ്, ആ വിശ്വാസ നിലവാരം. അല്ലാതെ ഇനി ഒരു വിഷയം ഉണ്ടാകട്ടെ, അപ്പം ഞാൻ വീണ്ടും ഉടമ്പടി എടുത്ത്
കാര്യം കണ്ടോളാമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴികളിൽ പോയാൽ പ്രശ്നമാണ്. എന്താണ്? ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമാധാനം ആസ്വദിച്ചറിയുകയും ചെയ്തവർ വിശ്വാസത്തിൽ നിന്ന് വീണു പോയാൽ അവരെ അനുതാപത്തിലേക്ക് നയിക്കുക അസാധ്യം. പിന്നീട് അവർക്ക് കിട്ടത്തില്ലെന്ന്. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. അതായത് ഒരിക്കൽ നിങ്ങൾ ദൈവമാണ് തൊട്ടിരിക്കണം, അല്ലാതെ നിങ്ങളുടെ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റ് അല്ല തൊട്ടത്. അപ്പോൾ ദൈവം നിങ്ങളെ തൊട്ടിട്ട് നിങ്ങൾക്ക് ആ തൊട്ട അനുഭവം കിട്ടിയിട്ട് വീണ്ടും നിങ്ങൾ പാപികളായിട്ട് പഴയ ലോകത്താന്മാരായിട്ട് പോയിട്ട് പിന്നീടൊരു വിഷയം ഉണ്ടാകുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ലെന്ന് തന്നെ അന്ന് മാത്രമല്ല, നിങ്ങളുടെ കാര്യത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ പത്രോസ് പറയണത് അതിനേക്കാൾ ഗതികെട്ട വാക്കാണ്. ശ്രുതികടെ എടുത്തുതരാം. ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പത്രോസ് 2:20 നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ നമ്മുടെ 2:20 നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. ഈ വീണു പോണ ആൾക്കാരല്ലേ, വിശ്വാസം ഒരിക്കൽ ലഭിച്ചു, അടയാളം കിട്ടി, സാക്ഷ്യം പറഞ്ഞു, പിന്നീട് ഒരിക്കലും അവർ പിന്നീട് പഴയതുപോലെ ആ കാലം കഴിയുമ്പോൾ വീണ്ടും ലോകത്താനായിട്ട് ജീവിച്ചിട്ട് പിന്നീടൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ദൈവത്തിലേക്ക് വന്നാൽ അവരെ ദൈവം വിളിക്കണത് പന്നി എന്നാണ് വിളിക്കണത്. അങ്ങനെ താഴത്തെ വെച്ച് 2 പത്രോസ് 2:22 നായ് ഛർദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു, നായ് ഛർദിച്ചത് തന്നെ പിന്നെയും ഭക്ഷിക്കുന്നു, കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും സാധിക്കും ഒരിക്കൽ വിശ്വാസമായിട്ട് ഗ്രേസ് ഡേവിഡ് അവർക്ക് വിശ്വാസം കണ്ടവരല്ലേ, അവരിലൂടെ ദിവ്യകുർബാനയിൽ നിന്ന് ഈശോ പറഞ്ഞു അവരുടെ മകൻ വരുന്നുണ്ടെന്ന്. അവരത് വിശ്വസിച്ചു, മകൻ വരികയും ചെയ്തു പിറ്റേ ദിവസം. ഇനി ഗ്രേസ് ഡേവിഡ് വീണ് പോയാൽ അവളെ നായെന്ന് പട്ടിയെന്ന് അല്ലെ പന്നിയെന്ന് വിളിക്കത്തുള്ളൂ ദൈവം. എന്താണ്? നായ ഛർദ്ദിച്ചത് തന്നെ പിന്നെയും തിന്നുന്നു. വീണ്ടും അതായത് ദൈവാനുഗ്രഹം കിട്ടിയിട്ട് പിന്നീട് നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് പിന്നെ ചതിയോ വഞ്ചനയോ സെക്സോ മോശമായിട്ടുള്ള ജീവിതമോ മദ്യമോ ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഏഷണിയോ പരദൂഷണമോ പകയോ വിദ്വേഷമോ ചതിയോ അഹങ്കാരമോ ഇങ്ങനെ ലോകത്താനായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, പിന്നീട് അവരെ തിരിച്ച് കൃപയിലേക്ക് കൊണ്ടുവരിക അസാധ്യമാണ്. പിന്നീട് അത് തിരിച്ചു തരത്തില്ല. കാര്യം എന്താണ്? നിങ്ങൾ ദൈവത്തിനെതിരായിട്ടാണ്. ദൈവത്തിൻ്റെ കൃപ നേരെ കണ്ടിട്ട് പോലും നിങ്ങളുടെ മറ്റൊരു ജീവിതം അതിനെ നിങ്ങൾക്ക് ആസ്വാദ്യം തോന്നിയ ഒരു ജീവിതം കണ്ടപ്പോൾ ദൈവത്തെ മാറ്റിയിട്ട് നിങ്ങൾ അത് സ്വീകരിച്ച് ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചതാണ്. നിങ്ങൾക്കറിയാമല്ലോ അഭിഷേകം നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് സ്നേഹവും വിശ്വസ്തതയുമാണ് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട 2 പോയിന്റുകൾ. സ്നേഹം, അതായത് നിങ്ങൾക്ക് ദൈവത്തിനോട് സ്നേഹം കൂടിക്കൂടി വരികയാണെങ്കിൽ അഭിഷേകം കീഴ് എന്ത് ഭാരമുള്ള സംഭവമാണെങ്കിലും നമുക്ക് എടുക്കാനുള്ള അഭിഷേകം ഉണ്ടായിക്കൊണ്ടിരിക്കും ദൈവത്തോടുള്ള. ഇപ്പം നിങ്ങൾക്ക് മക്കളില്ലെന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരത്തിക്ക് മക്കളുണ്ട്, അനിയത്തിക്ക് മക്കളുണ്ട്, ചേട്ടത്തിക്ക് മക്കളുണ്ട്. അപ്പോൾ നിങ്ങളുടെ അമ്മായിയും പറയും നീ മച്ചാണ്, നീ അസത്താണ്, നോക്കി നിനക്ക് മാത്രം എന്താ മക്കളില്ലാത്ത, വേറെ എല്ലാവർക്കും മക്കളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിനക്ക് തോന്നുന്നു വല്ല കറണ്ട് കമ്പിയേലും പിടിച്ച് ചത്ത് കളയാമെന്ന് തോന്നും. അത് അഭിഷേകം ഇല്ലാഞ്ഞിട്ടാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നിൻ്റെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ എന്തുമാത്രം രൂക്ഷമായി നിനക്കെതിരെ വരുമ്പോൾ ദൈവം ഉദ്ദേശിക്കണ അതല്ല. അതിനൊപ്പം തന്നെ ഈ താമര അല്ലെങ്കിൽ ആമ്പല് അത് പെരുവെള്ളം വർഷകാലം വരുമ്പോൾ എന്ത് ചെയ്യും? ചീഞ്ഞു പോവുക? ഇല്ല, ആ വെള്ളത്തിൻ്റെ മുകളിൽ വരും ആ സംഭവം ഇല്ലേ. അത് തണ്ട് നീട്ടി എൻ്റെ താമര വെള്ളത്തിൻ്റെ പ്രളയം വന്നാലും വെള്ളത്തിൻ്റെ മുകളിൽ വരും. എൻ്റെ ദൈവവേദനെ ഇതുപോലെ നിനക്ക് ചുറ്റും ക്ലേശങ്ങൾ പെരുകുമ്പോൾ ദൈവസ്നേഹം നീ സ്വീകരിച്ച് ദൈവത്തെ മാത്രം സ്നേഹിച്ച് മറ്റുള്ളവരാരും സ്നേഹിക്കാൻ യോഗ്യരല്ലെന്ന് മനസ്സിലാക്കി സ്നേഹിച്ചാൽ ഇത് തന്നെയാണ് ഫലമെന്ന് മനസ്സിലാക്കി ദൈവത്തിൽ നിൻ്റെ ജീവിതം കൊണ്ട് തന്നെ നീ സ്നേഹിച്ച് ജീവിതം നീ അവലംബമാക്കി ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നീ സങ്കടങ്ങളുടെയും പ്രളയത്തിൻ്റെയും മുകളിലേക്ക് വരാൻ വേണ്ടി നീ അഭിഷേകത്തിനായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ മുന്നേറുവാൻ ഈ ആരാധനയോടെ ഞങ്ങളെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇങ്ങനെ കൊടിയ ക്ലേശങ്ങളിലെ ദൈവസ്നേഹം നിറച്ച് ദൈവത്തിന് വേണ്ടി എൻ്റെ മക്കളെ ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയണത് നമുക്കറിയാമല്ലോ. അതായത് നിത്യജീവൻ വരെ പ്രാപിക്കാൻ പറ്റിയ ഇന്ധന ഇതിനകത്തുണ്ട്.
ഇപ്പോൾ ഒരുത്തൻ വന്ന് ഈശ്വരനോട് ചോദിച്ചില്ലേ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അയാൾക്ക് ബോധമുണ്ട്, ചൊല്ലിയിട്ട് കാര്യമില്ലെന്നറിയാം. എന്ത് പ്രാർത്ഥന ചൊല്ലണമെന്നല്ല ചോദിച്ചത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. മത്തായി 19:16. ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അപ്പൊ അങ്ങക്ക് ഒരു ക്ലൂ ഉണ്ടല്ലേ, ഒരു ക്ലൂ ഉണ്ട്. എന്താണ് കാര്യം? എന്ത് പ്രാർത്ഥന ചൊല്ലണമെന്നല്ല അവൾ ചോദിച്ചത്. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് പ്രാർത്ഥന ചൊല്ലണമെന്നല്ല ചോദിച്ചത്, എന്ത് സൽപ്രവർത്തികൾ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിത്യജീവൻ എന്ന് പറയുന്ന ഒരു ദൈവത്തിൽ നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രോമിസ് പോലും നമുക്ക് ലഭിക്കണത് ചൊല്ലിയിട്ടല്ല കിട്ടണത്, പിന്നെ എന്താണ്, ചെയ്തിട്ടാണ് കിട്ടണത്. അങ്ങനെയാണെങ്കിൽ ഉടമ്പടിയുടെ അതിനകത്തുള്ള ഫോർമുലയിലുള്ള സൽപ്രവൃത്തികളായാലും കാരുണ്യപ്രവൃത്തികളായാലും സുവിശേഷ പ്രവർത്തനങ്ങളായാലും ഇത് ചെയ്യുന്നതിലൂടെ നിനക്ക് ലഭിക്കുന്ന അഭിഷേകം എന്ന് പറയണത് അത് ഏത് ക്ലേശകാലത്തും നിൻ്റെ വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യമാണെന്ന് തന്നെ വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, പിന്നെ ദാരിദ്ര്യം കൊണ്ട് കിരുന്നാറിയിട്ട് പാടില്ല, പിന്നെയാണ് നാട്ടുകാരെ സഹായിക്കാൻ നടക്കുന്നത്. പക്ഷേ എന്താണ് സഹായിക്കുന്നതാണ് അഭിഷേകം എന്ന് പറയണത്. മനസ്സിലായ? നിനക്ക് ഇല്ല, ഉള്ളതിൽ നിന്ന് സഹായിക്കുമ്പോൾ ഉള്ളിൽ സന്തോഷം തോന്നുന്നതിനാണ് അഭിഷേകം എന്ന് പറയുന്നത്. അതിനാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 2 കൊരിന്ത്യർ 8:2. ശ്രുതികട. ഹല്ലേലൂയ. ഹല്ലേലൂയ. 2 കൊരിന്തോസ് 8:2. എന്തെന്നാൽ ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകി. ഇത് മക്കെദോനിയ സഭയെക്കുറിച്ച് പറയണതാണ്. മക്കെദോനിയ സഭ എന്ന് പറഞ്ഞാൽ ആദിമ സഭയിൽ ഒരു സഭയാണ് കൊറിന്ത്യസ് സഭ എന്ന് പറഞ്ഞു. ഇപ്പോൾ അതെല്ലാം സ്ഥലങ്ങളുടെ പേരാണ്. ആ സ്ഥലത്തുള്ള സഭയ്ക്കാണല്ലേ പൗലോസ് കത്ത് എഴുതുന്നത്. അപ്പോൾ ആ മക്കെദോനിയ സഭയിൽ ഭയങ്കര ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിലും അവർ പിരിവെടുത്ത് മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു സന്തോഷത്തോടെ. മനസ്സിലായ? അവർക്ക് ദാരിദ്ര്യമാണ്, എന്നാലും ദൈവസ്നേഹം നിറഞ്ഞിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും ആരെങ്കിലും സഹായിക്കണം. അവർ പറയും, ഞങ്ങളെ കൂടി കൂട്ടി, ഞങ്ങളെന്തിനാണ് തഴഞ്ഞത്? അവരെ സഹായിക്കുന്നതിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ തഴഞ്ഞത്? ഞങ്ങൾക്ക് ഇല്ലാത്ത നിങ്ങളെന്തിനാണ് അറിയണത്? ഞങ്ങൾക്ക് സന്തോഷമുണ്ടല്ലോ, സ്നേഹമുണ്ടല്ലോ അവരെ സഹായിക്കാൻ, ഞങ്ങളെയും കൂടി അതിനകത്ത് പങ്കെടുപ്പിക്കാൻ പറഞ്ഞിട്ട് ഇവർക്ക് ഈ കൊടിയ ദാരിദ്ര്യത്തിലും ആണെങ്കിലും ഇവർക്ക് ആന്തരികമായിട്ട് കൊടുക്കാൻ ഭയങ്കര സന്തോഷമാണ്. ഇതിനാണ് അഭിഷേകം എന്ന് ബൈബിൾ പറയണത്. ബൈബിളെ അങ്ങനെ പറയത്തുള്ളൂ. അതിനാണ് സത്യവേദ പുസ്തകം എന്ന് പറയുന്നത്. കൈയിട്ടിച്ച് കർത്താശ്ലീ. അതായത് ഈ കാരുണ്യ പ്രവൃത്തികൾ നമുക്ക് നിത്യജീവൻ വരെ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതാണ്. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യത്തെ പെടുത്തുന്ന കാരുണ്യ പ്രവൃത്തികളും സൽപ്രവൃത്തികളും സുവിശേഷ വേലയും. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഫങ്ഷണറി ആയിട്ട് ചെയ്യേൻ. ഉടമ്പടി എടുത്തേരെ, ഇനി 10 കൊടുക്കണം. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞ് നാട്ടുകാരത്തിയാണ്, ചേർത്തക്കാരത്തി. എന്നാ അവരുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്ദു സുനിൽ ചേർത്തല. അപ്പോൾ അവരോട് പല ആൾക്കാരും പറയും, ഇവിടെ വന്ന് കൃപാസനം നിങ്ങളുടെ നാട്ടിലല്ലേ? ഇപ്പോൾ ബിന്ദു സുനിൽ ചേർത്തലക്കാരത്തിയാണ്, കെട്ടിച്ചുവിട്ടിരിക്കുന്നത് എറണാകുളത്താണ്. അപ്പോൾ അവരുടെ കുറേ പ്രോബ്ലം ഉണ്ട്. കുറേ പ്രോബ്ലം ഉള്ള വെച്ചാൽ അവിടെ ആങ്ങളെയുമായിട്ട് ഉടക്കാൻ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമില്ല. ആങ്ങളെയുമായിട്ട് ഉടക്കി അമ്മയും മകളുമാണെന്ന് തോന്നണം. പിന്നെ ആങ്ങളെ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്, ആങ്ങളെ ഇവിടെ അല്ല. അപ്പോൾ ആങ്ങളായിട്ട് വഴക്കായിട്ട് മാനസികമായിട്ട് ശരിക്കും അകന്നു പോയ ആൾക്കാരാണ്. അതുപോലെ തന്നെ ആങ്ങളയ്ക്കൊരു മകനുണ്ട്, അവന് എന്തോ ഓട്ടിസം പോലെ എന്തോ രോഗമാണ്. പിന്നെ ആങ്ങളയ്ക്ക് രോഗമുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവളോട് ആൾക്കാർ പറയും, നിങ്ങളുടെ നാട്ടിലല്ലേ കൃപാസനം, നിങ്ങൾക്ക് കൃപാസനത്തിൽ പോകാൻ വരും. അപ്പോൾ ഉടനെ ഇവർ പറയാം, അവിടെ എന്നാ, അവിടെ ഈ പത്രം മേടിക്കണം, പത്രം കൊടുക്കണം, യൂട്യൂബിൽ ചാർജ് ചെയ്യണം, എൻ്റെ ഇതൊക്കെ ചുമ്മാ ബിസിനസ്സല്ലേ, ഞാനൊന്നും പോകത്തില്ലെന്ന് പറയും. ഇവർ വരത്തില്ല. അവർ പറയുന്ന വേറെ സാധനമുണ്ട്, ഞാൻ പലപ്പോഴും ബസ്സിൽ ഇതിലേ പോകുന്നുണ്ടായിരുന്നു, ഞാൻ ഇങ്ങോട്ട് നോക്കത്തില്ലെന്ന്. എനിക്ക് അത്രയും വെറുപ്പായിരുന്നു. ആരോ പൈശാചികമായി അവിടെ ഉള്ളിൽ തിന്മയുടെ ശക്തി കയറ്റി വിട്ടിരിക്കുകയാണ്. പിശാച് അങ്ങനെ ഒരു കാര്യം ചെയ്യുവേ. ഇപ്പോൾ നമുക്കത് മാത്രം ട്രോളുകളാണ് നമുക്കെതിരെ ഇറങ്ങിയത്. ഞാൻ ആ ഒരു ട്രോളിന് ഞാൻ മറുപടി കൊടുത്തിട്ടില്ല. എന്താ കാര്യം? മറുപടി കൊടുക്കും. കാര്യം ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യങ്ങളിങ്ങനെ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. വേറെ അവരോട് നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. സംസാരിക്കേണ്ട ആരാ സംസാരിക്കേണ്ടത്? ദൈവമല്ലേ സംസാരിക്കേണ്ടത്. നമ്മൾ സംസാരിക്കത്തില്ല. നമ്മൾ വീണ്ടും പ്രാർത്ഥിച്ച് ഉപവസിച്ചുമൊക്കെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാം. എന്നിട്ട് ആ സാക്ഷ്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് പോകും.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവസാനം നമ്മളെന്താ ഇതുപോലെ ഇതിൻ്റെ വാതിൽക്കൽ കൂടി പോയാൽ പോലും സ്വന്തം നാട്ടുകാരത്തിയായിട്ട് പോലും മാതാവിനെ തിരിഞ്ഞു നോക്കാത്ത ആൾ ഒരു സുപ്രഭാതത്തിലെ അവർക്കൊന്നും, അതായത് കൃപാസനത്തിനെതിരെ ചിന്തിക്കുന്നവർക്കൊന്നും ഒരു സമയം കഴിഞ്ഞാൽ പിടിച്ചേക്കാൻ പറ്റത്തില്ല. ഇത് സത്യമായതുകൊണ്ട് അവർക്കൊരു സങ്കടം വന്നാൽ എന്നാ ജാതിക്കാരായാലും അവർക്ക് തിരിച്ച് അമ്മയല്ലാതെ വരെ അഭയമില്ലല്ലോ. അത് അവർ തിരിച്ച് വന്ന് ഇവിടെ വന്ന് ഇതിനകത്ത് കയറി ഉടമ്പടി എടുത്തു. അത് നടപ്പിൽ വരുത്തിയപ്പോൾ ഇപ്പോഴെന്നെ അവർ പറയാമെന്നറിയാമോ, അവർ അമ്മയെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ശക്തിയായ പ്രചാരകയായി മാറിയേ. അതിൻ്റെ കാര്യത്തിൽ ആങ്ങള ഇവർ ഒരിക്കൽ സ്വപ്നത്തിൽ ജന്മത്തിൽ വിശ്വസിച്ചില്ല. അമ്മയടുത്ത് വന്ന് ഉടമ്പെടുക്കുമ്പോൾ ആങ്ങളയുമായിട്ട് അനുരഞ്ജനപ്പെടണമെന്ന് മാത്രം എഴുതിയിട്ട് ആദ്യം ആങ്ങളുടെ മകൻ്റെ അസുഖം മാറണം, ആങ്ങളുടെ വാൽവ് ദ്രവിച്ചിരിക്കുകയാണ്, അവൻ മരിച്ചു പോകും, അവൻ്റെ വാൽവിന് ഓപ്പറേഷൻ നടത്തണം ഉള്ള മാർഗം തന്നെ, അല്ലെങ്കിൽ അവൻ ജീവിക്കണം. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതുന്നുണ്ട്. അമ്മ ഒരു ആശുപത്രിയും പോകാതെ അവൻ്റെ വാൽവ് ശരിയാക്കി കൊടുത്തു. ആ ആങ്ങളെ ഒരാഴ്ച ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ വീട്ടിൽ വന്ന് അമ്മനെയും മകനെയും മകളെയും കൂടി വിളിച്ചുകൊണ്ട് പോയി. ആകപ്പാടെ നമ്മളെ വേറെ ഏത് രാജ്യത്ത് നാട്ടിൽ ജീവിക്കണ പോലെ പടപടാന്ന് അവൻ്റെ ഓട്ടിസം ബാധിച്ചിരിക്കുന്ന മകനെ വേറെ അത് നിർത്താൻ പറ്റിയ ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി ആങ്ങളുടെ ഭാരം കുറച്ച് എല്ലാം അവൾ ചോദിച്ചത് എല്ലാം എണ്ണി ദിവസങ്ങൾക്കുള്ളിൽ കൊടുത്ത്. ഇപ്പം എന്നാ സംഭവിച്ചിരിക്കണത്, അതായത് എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും ആളിവിടെ വരും, എല്ലാ ദിവസവും കുർബാനയൊക്കെ കൂടും, എല്ലാ ആഴ്ചയും കുർബാന കൂടും, എല്ലാ ആഴ്ചയും വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് എല്ലാവരും കൊടുക്കും. എനിക്ക് ഒരാളൊക്കെ അപ്പോൾ അതായത് എത്ര കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചാലും ശരി സത്യത്തെ മൂടിവെക്കാൻ പറ്റത്തില്ല. ഒരു കാലത്ത് കൃപാസനത്തെ അപമാനിച്ചവർ തന്നെയാണ് പിന്നീട് അതിൻ്റെ പ്രചാരകരായിട്ട് അമ്മ തിരഞ്ഞെടുക്കുകയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഉപകരണമായി മാറണത്. അതുപോലെ പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അതുപോലെയുള്ള വലിയ അനുഭവങ്ങളാലെ ദൈവാനുഭവങ്ങളാലെ ഞങ്ങളെയും അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വലിയ സാക്ഷികളാക്കി മാറ്റണമേ. പരമദിവ്യകാരുണ്യത്തിന് അതായത് വിശ്വാസ നിമ്നോന്നതങ്ങളെ, അതായത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കണ്ടില്ലേ, അത് ഇപ്പോൾ ഗ്രേസി ഡേവിഡിൻ്റെ വിശ്വാസം നമ്മൾ കണ്ടു, അതുപോലെ ബിന്ദു സുനിൻ്റെ വിശ്വാസം കണ്ടു. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ചില സമയത്ത് വിശ്വാസം ഇങ്ങനെ വേദിയേറ്റം പോലെ ഇങ്ങനെ ഉയർന്നു വരണ കാണാം. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ വിശ്വാസം താഴുകയും ചെയ്യും. മനസ്സിലായില്ലേ? നമ്മൾ എത്ര വിശ്വാസത്തിൽ ഉന്നതരാണെങ്കിലും ശരി, നമുക്ക് നല്ല ശക്തമായ രോഗങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക തകർച്ചയോ കുടുംബത്തിൽ കലക്കമോ ഒക്കെ ഉണ്ടായാൽ നമ്മളെ വിശ്വാസം താഴുന്നില്ലെങ്കിലും വിശ്വാസം ഇങ്ങനെ പമ്മി നിൽക്കണ കാണാം. മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ വിശ്വാസത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശ്വാസത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിൽ മാത്രം നിങ്ങളെ വിശ്വാസം കൂട്ടാനും കുറക്കാനും പറ്റത്തില്ല. ഇപ്പോൾ കർത്താവിനോട് അപ്പോസ്തലന്മാർ എന്താ പറയണത്? ഞങ്ങളുടെ അവിശ്വാസം പരിഹരിക്കണമേ, അല്ലേ? എന്ന് അവിശ്വാസം പരിഹരിക്കണമേ. അപ്പോൾ അതൊരു പ്രാർത്ഥന സ്റ്റൈലാണ് പറയണത്. പക്ഷേ വിശ്വാസത്തിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഒരാഴ്ച അതിങ്ങനെ ഉയർന്നു വന്നാൽ അടുത്ത ആഴ്ച വേറെ എന്തെങ്കിലും, ഇപ്പം നിങ്ങളെ മുഖത്ത് നോക്കി നട്ടെടുത്ത് മുളക്കാത്തൊരു നോണ നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞെന്ന് വിചാരിച്ചോ. വല്ല കൂട്ടുകാരന്മാരൊക്കെ ഇപ്പോൾ കത്തൊക്കെ എഴുതത്തില്ലേ? ഇപ്പോൾ കൂട്ടുകാരന്മാരൊക്കെ ചിലപ്പോൾ കത്തൊക്കെ എഴുതും. ചിലപ്പോൾ വീട്ടിൽ തന്നെ ഉള്ള ആൾക്കാർ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളൊരു ചതിക്കണതായിരിക്കും, ഇല്ലേ? ചിലരൊക്കെ അമ്മായിമാരൊക്കെ പറഞ്ഞിട്ട് മരുമകൾക്ക് എതിരെ മകനെയൊക്കെ കത്തെഴുതണില്ലേ? അപ്പോൾ കത്തെഴുതിയിട്ട് അവൾ അങ്ങനെയാണ്, അവൾ എപ്പോഴും മൊബൈലാണ്, എപ്പോഴും രാത്രി പോകാൻ വിളിയാണ്, ആരെ വിളിക്കണമെന്ന് അറിയാൻ പാടില്ല, അവൾ പിഴച്ചവളാണെന്ന് പറയത്തില്ല, ആരെ വിളിക്കണമെന്ന് അറിയാൻ പാടില്ലെന്നേ പറയത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. നിങ്ങളിപ്പോൾ ഒരാളെ ചതിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു യേശുവിനെ പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞ് വിചാരിച്ചോ. ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചരിത്രം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹിസ്റ്ററിയാണ്. മരുമകളുടെ ജീവിതം തകർത്തതും മകളുടെ ജീവിതം തകർത്തതും അയൽവാസിയുടെ കല്യാണം മുടക്കിയത് നിങ്ങളുടെ ചരിത്രമാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നീ കണ്ണീരോടെ നിങ്ങൾ പ്രായച്ചിത്തമായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കാരണം എത്രയോ പേര് കണ്ണീര് കുടിച്ച് നിങ്ങൾ തൽക്കാലം ജയിക്കാൻ ചെയ്തതാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിൽ ജയിക്കാൻ നോക്കണം. മനുഷ്യന്മാരുടെ മുമ്പിൽ ജയിച്ചിട്ട് കഥയൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ അവരും ചാകും, നമ്മളും ചാകും. പിന്നെ ആര് ജയിച്ച് ആര് തോറ്റെന്ന് എങ്ങനെ അറിയാൻ പറ്റും? പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ അയൽവാസിയുടെ ജയിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരത്തിൻ്റെ ജയിച്ചു, ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളും ചത്ത് അവരും ചത്ത്, തീർന്നില്ല പരിപാടി. അപ്പോൾ അതോടുകൂടി ആര് ജയിച്ചു ആര് തോറ്റെന്ന് അറിയാൻ പറ്റത്തില്ല. ഗാലറിയിൽ ഇരിക്കുന്നവർക്ക് കൈയടിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ വാദ്യം പ്രതിയും ഈ മണ്ണിൽ മരിച്ചു വീഴും കുറച്ച് കഴിയുമ്പോൾ. ഒരാഴ്ച മുമ്പ് മരിക്കുന്നേ ഉള്ളൂ, ചിലപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഈ മനുഷ്യന്മാരുടെ മുമ്പിൽ ജയിക്കുക എന്നുള്ള
ജഡികമായ ഈ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളില്ലേ, അതിനോട് ഗുഡ് ബൈ പറയണതാണ് ഉടമ്പടി പെട്ടെന്ന് കയറി കത്താൻ എളുപ്പം. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, ആരുടെയെങ്കിലും ജീവിതം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടോ? ആരുടെയെങ്കിലും ഇപ്പോൾ കടക്കാരെന്നൊക്കെ പറയണത് ആരാണ്? മേടിച്ചിട്ട് കൊടുക്കത്തില്ലെന്നും നിങ്ങൾക്ക് മനസ്സുണ്ടേ മേടിക്കൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ. നിങ്ങൾ ഇവിടെ കൃപാസനത്തിൻ്റെ അകത്ത് പ്രത്യക്ഷിക്കണ പ്രാർത്ഥന എടുക്കുമ്പോൾ ഉടനെ നിലയം വിളിച്ച് മാതാവെ രക്ഷിക്കണേ, കർത്താവെ രക്ഷിക്കണേ, എൻ്റെ ജീവിതം തീർന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ കയ്യിരിപ്പ് വേറാണല്ലോ. പ്രത്യക്ഷിക്കണ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേ നിങ്ങൾ യഥാർത്ഥ അസൽ രൂപം വരുന്നുണ്ടല്ലോ, അതല്ലേ കുഴപ്പം. അത് കുഴപ്പമാണ്. അപ്പം അതുകൊണ്ട് അത് തിരുത്താം കൃത്യമായിട്ട്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വശപ്പശകുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് ദൈവ പൈതലിനെ പോലെ വ്യാപരിക്കാൻ നോക്കണം. അതുകൊണ്ടാണ് പറയണത്, ഒരിക്കൽ പ്രകാശം ലഭിച്ചൊരു വീണ് പോയാൽ അവിടെ അന്ത്യസ്ഥിതി ആദ്യത്തിനേക്കാൾ മോശമായിരിക്കും. എന്ന് വെച്ചാൽ ദൈവം പിന്നെ അവരെ തിരിഞ്ഞു നോക്കത്തില്ല. അപ്പോൾ ദൈവം തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ നിങ്ങളുടെ കയ്യിരിപ്പ് ശരിയാണെന്ന് നോക്കണം. ദൈവം എന്താ ഇത്രയും നാളെ ഇപ്പോൾ ഉടമ്പടി എടുത്തു, നിങ്ങളെന്താ തിരിഞ്ഞു നോക്കാത്ത ദൈവം? അപ്പോൾ നിങ്ങളെ തിരിഞ്ഞു നോക്കണം. അതാണൊരു മാർഗം. ഇപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തു, എന്നിട്ട് ദൈവം നിങ്ങളെ തിരിഞ്ഞു നോക്കണില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ തിരിഞ്ഞു നോക്കണം. എൻ്റെ കൈ വല്ല വഴിപ്പശു കൊണ്ടാ, ആരുടെയും ജീവിതം ഞാൻ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടാ, ഇപ്പോഴും ഞാൻ വാങ്ങിച്ച് കൊടുക്കാൻ വെച്ചിട്ടുണ്ടാ, ഉണ്ടായിട്ട് കൊടുക്കാൻ വെച്ചിട്ടുണ്ടാ, അതെടുത്തിട്ട് വേറെ ആൾക്കാർ കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും സൂത്രപ്പണി തർക്കിടപ്പേരോട് കാണിച്ചിട്ടുണ്ടാ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തിൽ നിരക്കാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അനുതാപം ഉണ്ടാകണം. അനുതാപം ഉണ്ടായിട്ട് അങ്ങനെയുള്ള കയ്യാങ്കളികളെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് മാപ്പ് ചോദിക്കണം, കർത്താവിൻ്റെ പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എൻ്റെ ഉടമ്പടി സ്വീകാര്യമാകാൻ വേണ്ടി എൻ്റെ ഹൃദയത്തെ നീ തകർക്കണമേ. തകർന്ന ഹൃദയത്തിന്റെ കാഴ്ചകളാണ് നീ സ്വീകരിക്കണമെന്ന് സുവിശേഷത്തിന്റെ വെളിപ്പാടിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുതാപത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രുതികട ഹല്ലേലൂയ.